നമസ്കാരം. ഞാൻ അശോക് നാരായൺ. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഹിപ്നോസിസ് എന്നുള്ള വിഷയത്തിൽ. അതായത് പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്നത് എന്ന്. എങ്ങനെയാണ് മാനസികാവസ്ഥയിലെ മനോഭാവങ്ങളിലെ ഒക്കെ വ്യത്യാസങ്ങൾ വരുത്തുന്നത് എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടതായിട്ടുള്ളത്. വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കുഞ്ഞു കഥ പറഞ്ഞു തരാം. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുകയാണെങ്കിൽ സന്തോഷം. നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഒരിക്കൽ ഒരു കർഷകൻ 5 കഴുതകളെയും കൊണ്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ കുറേ അധികം യാത്ര ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇനിയും കുറച്ച് സമയം കൂടിയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ദൂരം കൂടിയുണ്ട് അടുത്ത ഗ്രാമത്തിൽ എത്താനായിട്ട്. കർഷകന് കുറച്ച് ക്ഷീണം തോന്നി. അദ്ദേഹത്തിനൊന്ന് വിശ്രമിക്കണം. വിശ്രമിക്കാൻ തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, കഴുതകളെല്ലാം കെട്ടിയിടേണ്ടതുണ്ട്. ഇദ്ദേഹം ഓരോരോ കഴുതകളെയായിട്ട് കെട്ടി. അങ്ങനെ 4 കഴുതകളെ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് 5ാമത്തെ കഴുതയെ കെട്ടാനുള്ള കയറ് വഴിയിലെവിടെയോ നഷ്ടമായിരിക്കുന്നു. അപ്പോൾ അതിനെ കെട്ടിയിടാനൊരു നിർവാഹവുമില്ല. അപ്പോൾ കഴുതയെ കെട്ടിയിടാതെ കിടന്നുറങ്ങാൻ പറ്റില്ല, അറിയാമല്ലോ, അതെവിടെയെങ്കിലും ഓടിപ്പോയി കളയും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരാൾ, ഒരു വൃദ്ധൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ കർഷകൻ്റെ വിഷാദഭാവം കണ്ട് ഈ വൃദ്ധനായിട്ടുള്ള ജ്ഞാനി ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന്. കർഷകൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ജ്ഞാനി പറഞ്ഞു, സാരമില്ല, ഒരു മാർഗമുണ്ട്. നിങ്ങൾ 5 കഴുതകളെ ശരിക്കും കയറുപയോഗിച്ച് കെട്ടുക. 6ാമത്തെ കഴുതയെ കെട്ടുന്നത് പോലെ കാണിക്കുക. കാരണം നമ്മുടെ കയ്യിൽ കയറില്ലല്ലോ, കൈവശം കയറില്ലല്ലോ. പക്ഷേ ഒന്ന് കെട്ടുന്നത് പോലെ കാണിക്കുക, അത്രേ വേണ്ടു. പക്ഷേ ഈ കാണിക്കുന്നത് കഴുത കാണണം, വ്യക്തമായിട്ട് കാണണം. ഇതും കൂടി ആ വൃദ്ധൻ പറഞ്ഞേൽപ്പിച്ചു. ആ സമയത്ത് കൃഷിക്കാരനൊരു സംശയം തോന്നി. അങ്ങനെ ചെയ്താൽ നമുക്കറിയാം കയറില്ല എന്നുള്ളത്. പക്ഷേ കയറുള്ളതുപോലെ കെട്ടിയിടുന്നത് പോലെ കാണിച്ചു കഴിഞ്ഞാൽ മാത്രം കഴുത അങ്ങനെ തന്നെ നിന്നോളുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരി, തീർച്ചയായിട്ടും നിൽക്കും, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തു തന്നെയായാലും ഈ കർഷകൻ ആ വിധത്തിൽ ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഈ 5ാമത്തെ കഴുതയും മറ്റ് കഴുതകളെപ്പോലെ, ബന്ധിക്കപ്പെട്ട മറ്റ് കഴുതകളെപ്പോലെ തന്നെ വളരെ അനുസരണയോടുകൂടി അവിടെ നിൽക്കാൻ തുടങ്ങി. കർഷകൻ അത്ഭുതമായി. അദ്ദേഹം ഒരു അല്പസമയം ഒന്ന് മാറുകയെന്ന് നിരീക്ഷിച്ചു, ഈ കഴുത ഓടിപ്പോകുന്നുണ്ടോ എന്നൊക്കെ. പക്ഷെ പോകുന്നില്ല, അതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. കർഷകൻ വിശ്രമിക്കാൻ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ വിശ്രമമെല്ലാം കഴിഞ്ഞ് ഉന്മേഷം വീണ്ടെടുത്ത് കർഷകൻ ഇങ്ങനെ യാത്ര പുറപ്പെടാൻ തയ്യാറാവുകയാണ്. ഈ കഴുതകളെല്ലാം കെട്ടഴിച്ചു. നടത്തി തുടങ്ങിയപ്പോഴേക്കും ഈ 4 കഴുതകൾ, അതായത് ശരിക്കും കെട്ടിയിട്ടപ്പെട്ട 4 കഴുതകൾ കൃഷിക്കാരനോടൊപ്പം നടക്കാൻ തുടങ്ങി. പക്ഷെ 5ാമത്തെ കഴുത നടക്കാൻ കൂട്ടാക്കുന്നേയില്ല. അത് ആ ഒരു ചെറിയ ഭാഗത്തിനുള്ളിൽ, അതായത് ബന്ധിക്കപ്പെട്ടു എന്ന് അതിനെ ബോധ്യപ്പെടുത്തിയ ആ ഒരു ചെറിയ ഭാഗത്തിനുള്ളിൽ തന്നെ അതിങ്ങനെ നിൽക്കുന്നു. ഇടയ്ക്ക് വരാൻ വേണ്ടി, അതായത് പുറപ്പെടാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുന്ന പോലെ കാണുന്നുണ്ട് കഴുത. പക്ഷെ കഴുത മുന്നോട്ട് നടക്കുന്നേയില്ല. എന്തൊക്കെ ചെയ്തിട്ടും, തല്ലുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്തിട്ടും കഴുത മുന്നോട്ട് നടക്കുന്നതേയില്ല. കർഷകൻ വീണ്ടും വിഷമത്തിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നേരത്തെ പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് വഴി നടന്നു പോയ വൃദ്ധൻ മടങ്ങി വരുന്നത്. അപ്പോൾ വൃദ്ധനോട് കുറച്ച് ദേഷ്യത്തിലും കുറച്ച് സങ്കടത്തിലും നിരാശയിലുമൊക്കെ ഈ പറയുന്ന കൃഷിക്കാരൻ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു. അപ്പോൾ ആ വൃദ്ധൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൃഷിക്കാരനോട് പറഞ്ഞു, നിങ്ങൾ ആ കഴുതയെ കെട്ടിയിടുന്നത് പോലെ ഭാവിച്ചു അല്ലേ? പക്ഷേ അതിനെ തിരികെ അഴിക്കുന്നതായിട്ട് നിങ്ങളത് കാണിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, താങ്കൾ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? അതിന് ഞാൻ ആ കഴുതയെ കെട്ടിയിട്ടില്ലല്ലോ, ബന്ധിച്ചിട്ടില്ലല്ലോ, ബന്ധിക്കുന്നത് പോലെ കാണിച്ചിട്ടല്ലേ ഉള്ളൂ. ആ സമയത്ത് ഈ വൃദ്ധൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്, വാസ്തവത്തിൽ ആ കഴുതയെ ബന്ധിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അതിനെ ബന്ധിക്കുന്നതായിട്ട് കാണിച്ചത് കൊണ്ടും ആ കഴുത അത് വിശ്വസിച്ചത് കൊണ്ടുമാണ് അത് മറ്റെവിടേക്കും ഓടിപ്പോകാതെ അവിടെ തന്നെ നിന്നിരിക്കുന്നത്.
അപ്പോൾ ആ കഴുതയുടെ ധാരണയിൽ ഇപ്പോഴും ആ കഴുത ബന്ധനത്തിൽ തന്നെയാണ്, ആ ബന്ധനം മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ആ കെട്ടഴിക്കാൻ വേണ്ടി, കെട്ടഴിച്ച് അതിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെ കെട്ടഴിക്കുന്നത് പോലെ താങ്കളൊന്ന് കാണിക്കൂ, അതിനെ ബോധ്യപ്പെടുത്തൂ എന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോട് ആണെങ്കിൽ പോലും കൃഷിക്കാരന് അത് സമ്മതിച്ചു. അദ്ദേഹം കഴുത കാണുകയെ തന്നെ കെട്ടഴിക്കുന്നതായിട്ട് ഭാവിച്ചു. കൃഷിക്കാരനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കഴുത മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ കൃഷിക്കാരൻ ചിന്തിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കൂ. വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ, മനസ്സിലാക്കാൻ പറ്റുമല്ലോ. വാസ്തവത്തിൽ ഈ കഴുതയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന ഇതേ സംഗതി തന്നെയാണ് നമ്മളിൽ പലരുടെയും ജീവിതത്തെ അലങ്കോലപ്പെടുത്തി കളഞ്ഞത്. എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ, അതായത് ബുദ്ധി ഉറയ്ക്കാതിരുന്ന അല്ലെങ്കിൽ ബുദ്ധി ഉറച്ചു തുടങ്ങിയ ആ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ബാല്യകാലത്ത് പലരും നമ്മളെ പലതും പറഞ്ഞിട്ട് ഇതുപോലെ ബന്ധിച്ചു. നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നിന്നെക്കൊണ്ട് പഠിക്കാൻ കൊള്ളില്ല, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് കണക്ക് പഠിക്കാൻ കൊള്ളില്ല, ഇങ്ങനെ ഒരു ഗുണവുമില്ല. നമ്മൾ ചില വീടുകളിലൊക്കെ പോകുമ്പോൾ ഇപ്പോഴൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, ചെറിയ കാലങ്ങളിലേക്ക് കേട്ടിട്ടുണ്ട്, ഇവനെ കൊണ്ട് ഒരു ഗുണവുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ. ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയുന്നില്ല, കാരണം അതും ഒരു പക്ഷേ നിർദ്ദേശങ്ങളായിട്ട് നിങ്ങൾക്ക് കയറും. ഇങ്ങനെ പ്രതികൂലാത്മകമായിട്ടുള്ള പലതും പറഞ്ഞിട്ട് നിങ്ങളെ ഈ കയറില്ലാതെ കെട്ടിയിടപ്പെടുക ചെയ്തിരിക്കുന്നത്. ഇതാ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മെജോറിറ്റിയും കേട്ടിരിക്കുന്നത് എന്താ? പണം ഉണ്ടെങ്കിൽ സമാധാനം കിട്ടില്ല, പണം ഉണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല, ഉറക്കം കിട്ടില്ല, പണം ഉണ്ടെങ്കിൽ മനുഷ്യന്മാർ ദുഷ്ടന്മാരായിപ്പോൾ. ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ കേട്ടിരിക്കുന്നത്? ഇങ്ങനെയൊക്കെയല്ലേ പലയിടത്തും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, ബോധപൂർവമോ അല്ലാതെയോ? നിങ്ങളെന്താണ് ചെറുപ്പകാലത്ത് കേട്ടിരിക്കുന്നത്? അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കൂ. വാസ്തവത്തിൽ പണമാണോ ഒരു വ്യക്തിയുടെ ഉറക്കം കെടുത്തുന്നത്? ആണോ? അല്ല, ഒരിക്കലുമല്ല. അത് ശരിയായിരുന്നുവെങ്കിൽ പണമില്ലാത്ത വ്യക്തികൾ അല്ലെങ്കിൽ പണമില്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കണ്ടായിരുന്നോ? പറ്റുന്നുണ്ടോ? ഇനി പണമാണോ അല്ലെങ്കിൽ പണം മാത്രമാണോ മനുഷ്യരുടെ മനസ്സമാധാനത്തെ കെടുത്തുന്നത്? അങ്ങനെയാണ് എങ്കിൽ, അത് ശരിയായിരുന്നുവെങ്കിൽ പണം ഇല്ലാത്ത വ്യക്തികൾക്കും അല്ലെങ്കിൽ പണമില്ലാത്ത അവസ്ഥയിലും നമുക്ക് വളരെ സമാധാനത്തോടു കൂടി ഉറങ്ങാൻ സാധിക്കണ്ടായിരുന്നോ? അല്ലേ? സാധിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അപ്പോൾ ഇതൊന്നും വാസ്തവത്തിൽ ശരിയല്ല. ആ കെട്ടുകളൊക്കെ അഴിച്ചെടുക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്റ്റേജ് ഫിയറിൻ്റെ കാര്യം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പണ്ട് 7 വയസ്സുള്ള സമയത്ത് അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു പാട്ട് പാടാൻ വേണ്ടി സ്റ്റേജിൽ കയറിയതാ. അന്നത്തെ ചെറുപ്പത്തിൻ്റെ പക്വതക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് 2 വരി പാടി, 3ാമത്തെ വരി പാടാൻ വരി പുറത്ത് വന്നില്ല, കാറ്റ് മാത്രമേ വന്നുള്ളൂ. ആ സമയത്ത് ഒരുപക്ഷെ അന്നത്തെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പറഞ്ഞിട്ടുണ്ടാകണം, എന്തിന് കൊള്ളാം, അല്ലെങ്കിൽ എന്തിനാ സ്റ്റേജിൽ വെറുതെ കയറിപ്പോകുന്നത് നാണം കെടുത്താനായിട്ട്. ഇതൊക്കെ കേട്ടിട്ടുള്ളവരുണ്ടാകും. ആ ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെച്ച് മുന്നോട്ട് പോകും. നമുക്ക് എല്ലാവർക്കും ഒന്ന് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. അപ്പോൾ ഇത് കേട്ട് അത് ഈ പറഞ്ഞ മാതിരി ബന്ധനമായിട്ട് കയറിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അദ്ദേഹം എത്രയൊക്കെ വളർന്നാലും ശരി, എത്രയൊക്കെ അറിവുകളുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയാലും ശരി, അല്ലെങ്കിൽ അക്കാഡമിക് തലത്തിലാണെങ്കിലും ആധികാരികമായിട്ടുള്ള നിലയിലാണെങ്കിലും ശരി, ഏതൊക്കെ ഉന്നതങ്ങളിലേക്ക് പോയാലും ഇദ്ദേഹത്തിന് സ്റ്റേജിൽ നിന്ന് കേൾക്കുമ്പോൾ കൈയും കാലും വിറയ്ക്കും. ഇതാ സംഭവിക്കുന്നത്. ഇതെല്ലാം വാസ്തവത്തിൽ ബന്ധനങ്ങളാണ്. അപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുറേയധികം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, വേണമെങ്കിൽ മെജോറിറ്റി എന്ന് പറയാം, അവർ ഈ പറയുന്ന ജീവിതയാത്രയ്ക്കിടയിൽ ഇത് പല ഇടങ്ങളിൽ നിന്നായിട്ട് റിയലൈസ് ചെയ്യും. ഈ കെട്ടുകൾ അഴിക്കും സ്വയമോ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അധ്യാപകരോ ഒക്കെ അഴിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഇതുപോലുള്ള പരിശീലനങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഈ കെട്ടുകളൊക്കെ പൊട്ടിപ്പോവും. ഇതുപോലുള്ള സ്പീച്ചുകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ കെട്ടുകളൊക്കെ പൊട്ടിപ്പോവും. റിയലൈസ് ചെയ്യും, പണമെന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, അത് സമൃദ്ധിയിലേക്ക് നയിക്കും, അത് നമുക്ക് സന്തോഷം തരും, അത് നമ്മുടെ സമാധാനത്തെ വർദ്ധിപ്പിക്കും, അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെയും സ്നേഹബന്ധങ്ങളെയൊക്കെ ഒന്നുകൂടി ഊഷ്മളമാക്കും. ഇതെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പണം വരും. അതല്ലാത്തിടത്തോളം കാലം ഈ ബന്ധനങ്ങളിൽ, ഈ കെട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്നിടത്തോളം കാലം
ശരിക്കും പറഞ്ഞാൽ നമുക്ക് അനങ്ങാൻ പറ്റില്ല. പണ്ട് ഏത് അവസ്ഥയിലായിരുന്നോ അതേ അവസ്ഥയിൽ, അല്ലെങ്കിൽ അതിനേക്കാളും മോശമായിട്ടുള്ള അവസ്ഥയിൽ ആയിപ്പോവും. എന്നിട്ട് പറയും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ കൂടെയുള്ളവരെല്ലാം നല്ല മെച്ചപ്പെട്ടു, ഞാൻ മാത്രം എന്താ ഇങ്ങനെ. കാരണം നിങ്ങൾ കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ അറിവുകൾ, നിങ്ങളുടെ കഴിവുകൾ, ഇതെല്ലാം ആരൊക്കെയോ ചേർന്ന് ബന്ധിച്ചിരിക്കുകയാണ്. ആ ബന്ധനത്തിൽ നിന്ന് നിങ്ങൾ മുക്തമാകേണ്ടതുണ്ട്. അവിടെയാണ് ഈ പരിശീലനങ്ങളുടെയൊക്കെ സാധ്യത എന്ന് പറയുന്നത്. ഹിപ്നോസിസിൻ്റെ എല്ലാ ക്ലാസ്സുകളിലും ഞാനിത് പറയാറുണ്ട്. നിങ്ങൾ എവിടേക്കാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടേക്കാണ് ബന്ധിക്കപ്പെട്ടിരിക്കാൻ സാധ്യത, എങ്ങനെയാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്, ഇതെല്ലാം ഹിപ്നോസിസ് ക്ലാസ്സുകളിൽ ഞാൻ വളരെ വിശദമായിട്ട് തന്നെ കാര്യകാരണ സഹിതം, ഉദാഹരണങ്ങൾ സഹിതം, കേസ് ഹിസ്റ്ററി സഹിതം പറഞ്ഞു കൊടുക്കാറുണ്ട്. എത്രയോ വ്യക്തികളുടെ ജീവിതം അതിലൂടെ അത്ഭുതകരമായ വിധത്തിൽ പരിവർത്തനം സംഭവിച്ചിട്ടുമുണ്ട്. അതുപോലെ ചില വ്യക്തികൾക്ക് അസുഖങ്ങളാണ്, ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വൈകാരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ഇതെല്ലാം എന്തൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാറുന്നില്ല, എത്രയൊക്കെ മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല. എന്നാലോ ടെസ്റ്റ് റിപ്പോർട്ടുകളിൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എവിടെയാണ് കിടക്കുന്നത്? മനസ്സിലെ എവിടുന്നൊക്കെയോ കയറിപ്പറ്റിയ വികലമായിട്ടുള്ള ചിന്തകളോ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ബന്ധനങ്ങളോ ഒക്കെയാണ്. വളരെ ലളിതമായിട്ട് ഹിപ്നോതെറാപ്പിയിലൂടെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? അപ്പോൾ പോകുന്ന വഴിക്ക് ഒന്നുകൂടി കൂട്ടിച്ചേർക്കാം. നിങ്ങൾക്ക് ഈ വിധത്തിലുള്ള പരിശീലനങ്ങളിൽ, ഹിപ്നോസിസ് പരിശീലനങ്ങളിലോ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പരിശീലനങ്ങളിലോ ഒക്കെ പങ്കെടുക്കണമെങ്കിൽ, അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന 7510164997 എന്നുള്ള ഈ നമ്പറിലൊന്ന് ബന്ധപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് സ്വയം തന്നെ ഈ പറയുന്ന ബന്ധനങ്ങളിൽ നിന്ന് മുക്തമാകാൻ സാധിക്കും സെൽഫ് ഹിപ്നോസിസിലൂടെ. ഇനി അതല്ല, അതിലും ശക്തമായിട്ടുള്ള ബന്ധനമാണ്, കെട്ടാണ്, കാഴ്ചപ്പാടുകളാണ്, അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് സ്വയം അതിനെ അഴിച്ചെടുക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല, സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ വരുന്ന സമയത്ത്, അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളൊരു ഹിപ്നോട്ടിസ്റ്റിനെ, ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ടുള്ള വിശകലനങ്ങളിലൂടെ അത് തിരിച്ചറിയും. നിങ്ങൾ എവിടെയാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, ഏത് വിധത്തിലാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ കെട്ടിനെ അഴിച്ചെടുക്കാൻ, അതിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, എങ്ങനെയാണത് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം പ്രഗത്ഭനായിട്ടുള്ള, വിദഗ്ധനായിട്ടുള്ള ഒരു ഹിപ്നോട്ടിസ്റ്റിനെ നിങ്ങളെ സഹായിക്കാൻ സാധിക്കും ജീവിതത്തിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ. അത് ശാരീരികമായിട്ട്, മാനസികമായിട്ട്, വൈകാരികമായിട്ട്, ആത്മീയമായിട്ട്, സാമ്പത്തികമായിട്ടൊക്കെ എല്ലാ വിധത്തിലും അവിടെ മാറ്റം സാധ്യമാണ്. ഇവിടെയാണ് ഹിപ്നോതെറാപ്പി പ്രസക്തമാകുന്നത്. അത്ഭുതകരമായ വിധത്തിൽ, ഞാൻ ഉറപ്പ് പറയാം, അത്ഭുതകരമായ വിധത്തിലൊരു വ്യക്തിയിൽ മാറ്റങ്ങൾ സംഭവിപ്പിക്കാൻ ഹിപ്നോസിസിലൂടെ, ഹിപ്നോതെറാപ്പിയിലൂടെ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ, ജീവിതത്തിലൊരു മാറ്റം സംഭവിക്കാൻ, ഇതുപോലെയുള്ളൊരു കെട്ടിലൊരു ബന്ധനത്തിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൽ നിന്നൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഈ കാണുന്ന 7510164997 എന്നുള്ള നമ്പറിലോ, അതല്ലെങ്കിൽ 7736298611 എന്നുള്ള നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. പിന്നെ ഈ വിഷയം, ഈ അറിവുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ. ഈ വിധത്തിലുള്ള അറിവുകൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.